വൺ TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മൃദുവായ ഇഡലിയും ക്രിസ്പിയായ ദോശയും കൃത്രിമ നിറങ്ങളോ പ്രിസർവേറ്റീവുകളോ ഇല്ലാതെ EKS ഇഡലി ദോശമാവ് കുടുംബത്തിന്റെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണം. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേവ് അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷെറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷെറഫിയ ബിൽഡിംഗ്. നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വൺ TV വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം നോക്കാം ഇന്നത്തെ പ്രധാന വാർത്തകൾ. നബാർഡ് സഹായത്തോടെ ജൻശിംഷൻ സംസ്ഥാനം നടപ്പിലാക്കുന്ന സമഗ്ര ആദിവാസി വികസന പദ്ധതിയുടെ അവലോകനം പോത്തുകല്ല് ഗ്രാമപഞ്ചായത്തിൽ ചേർന്നു. 500ഓളം വരുന്ന ആദിവാസി കുടുംബങ്ങൾക്ക് 5 വർഷം കൊണ്ട് സുസ്ഥിര ജീവിതമാർഗം ഉറപ്പുവരുത്തുവാനാണ് ട്രൈബ്സ് പദ്ധതി. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ 18 അംഗൻവാടികളിൽ ചിൽഡ്രൻസ് പാർക്കുകൾ നിർമ്മിക്കുന്നു. നിർമ്മാണം പൂർത്തിയായ വഴിക്കടവ് ആലപ്പൊയിൽ അംഗൻവാടിയിലെ ചിൽഡ്രൻസ് പാർക്കിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി സി മാമ്പറ നിർവഹിച്ചു. സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാറിന് മമ്പാടിന്റെ മണ്ണിൽ ഉജ്ജ്വല സ്വീകരണം. സ്വീകരണ പരിപാടിയിൽ നിരവധി പ്രവർത്തകർ ആവേശത്തോടുകൂടി പങ്കെടുത്തു. DYFIയുടെ മലപ്പുറം ജില്ലാ സമ്മേളനം. പ്രചരണാർത്ഥം വണ്ടൂർ VMC ഹൈസ്കൂളിൽ വെച്ച് മെഗാ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. വണ്ടൂർ വാണിയമ്പലം കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. വിശദമായ വാർത്തകളിലേക്കാണ് പ്രേക്ഷകരെ. പോത്തുകല്ല് ഗ്രാമപഞ്ചായത്തിൽ നബാർഡിന്റെ ധനസഹായത്തോടെ ജൻശിംഷൻ സംസ്ഥാനം നടപ്പിലാക്കുന്ന സമഗ്ര ആദിവാസി വികസന പദ്ധതിയുടെ സമ്പൂർണമായ അവലോകന യോഗം ചേർന്നു. ഗ്രാമപഞ്ചായത്തിലെ 500ഓളം വരുന്ന ആദിവാസി കുടുംബങ്ങൾക്ക് 5 വർഷം കൊണ്ട് സുസ്ഥിരമായ ജീവിതമാർഗം ഉറപ്പുവരുത്തുന്നതാണ് ട്രൈബ്സ് പദ്ധതി. അടുത്ത 6 മാസത്തേക്കുള്ള പദ്ധതിക്ക് യോഗത്തിൽ അംഗീകാരം നൽകി. കൃഷിക്ക് വേണ്ടി എട്ടപ്പാറ, ഇരുട്ടുകുത്തി, വാണിയമ്പുഴ, ചെമ്പ്ര, കുനിപ്പാല ഉന്നതികളിലായി 40 ലക്ഷം രൂപയുടെ ജലസേചന പദ്ധതികൾക്ക് അംഗീകാരം നൽകി. ഇതിന്റെ പ്രവൃത്തി 3 മാസം കൊണ്ട് പൂർത്തീകരിക്കും. 300 കുടുംബങ്ങൾക്കായി 2000 ജാതി തൈകൾ, 7000 കുരുമുളക്, 5000 കമുക്, ഏലം എന്നിവ കൃഷി ചെയ്യും. ഇതിനു പുറമെ 100 സ്ഥലങ്ങളിൽ ഔഷധ സസ്യ കൃഷി നടപ്പിലാക്കും. 10 സെന്റ് വീതമുള്ള 10 വെറ്റില കൃഷി യൂണിറ്റുകളും സ്ഥാപിക്കും. ഈ പ്രവർത്തികൾക്കായി 18 ലക്ഷം രൂപ അനുവദിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയുമായി ചേർന്ന് കൃഷിക്ക് ആവശ്യമായ കുഴികൾ തയ്യാറാക്കൽ, മണ്ണ് സംരക്ഷണ പ്രവർത്തനങ്ങൾ എന്നിവ നടത്താൻ തീരുമാനമായി. കൃഷിക്ക് ആവശ്യമായ പരിശീലന പരിപാടികൾ കൃഷി വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തും. 6 മാസങ്ങൾക്ക് ശേഷം മൃഗസംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആട്, കോഴി, പോത്ത് എന്നിവ വിതരണം ചെയ്യും. ഇതിന് മുന്നോടിയായി RAHCയുടെ നേതൃത്വത്തിൽ വെറ്റിനറി മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിക്കുകയും മൃഗസംരക്ഷണത്തിൽ ആവശ്യമായ പരിശീലനം നൽകുകയും ചെയ്യും. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ നേതൃത്വത്തിൽ ഔഷധ സസ്യകൃഷിക്ക് ആവശ്യമായ പരിശീലനവും തൈകളും ലഭ്യമാക്കും. ജനമൈത്രി എക്സൈസിന്റെ നേതൃത്വത്തിൽ കരിയർ ഗൈഡൻസ്, PSC കോച്ചിംഗ് എന്നിവ വ്യാപിപ്പിക്കും. ഇതിനാവശ്യമായ തുക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നൽകും. കൃഷി ചെയ്യുന്നതിന് ഉന്നതികളിലുള്ള മരങ്ങളും ചില്ലകളും മറ്റും വെട്ടി ഒതുക്കുന്നതിന് VSS വഴി സംവിധാനമൊരുക്കും. കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ 50 JLGകൾ രൂപീകരിക്കും. സംഘകൃഷി വ്യാപകമാക്കും. ഓപ്പറേഷൻ തൂഫാൻ കാര്യക്ഷമമായി നടപ്പിലാക്കുവാൻ ജൂലൈ 13-ന് വിവിധ വകുപ്പുകളുടെയും ആദിവാസി പ്രതിനിധികളുടെയും സംയുക്തമായ യോഗം ചേരും. കൃഷി, തൊഴിലുറപ്പ്, വനം, എക്സൈസ്, ഗ്രാമപഞ്ചായത്ത് തുടങ്ങിയ വിവിധ വകുപ്പുകളുടെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MA ജോസ് അധ്യക്ഷത വഹിച്ചു. JSS ചെയർമാൻ PV അബ്ദുൾ വഹാബ് MP ഉദ്ഘാടനം ചെയ്തു.
വിവിധ വകുപ്പുകളെ പ്രതിനിധീകരിച്ച് തൊഴിലുറപ്പ് ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ ശ്രീഭാഷ്, ഡോക്ടർ സതീഷ്ണ കുമാരി എസ്, ഡോക്ടർ നീന ആൻസി സക്കറിയ, ജനമൈത്രി സർക്കിൾ ഇൻസ്പെക്ടർ സജിത ഒ, നിലമ്പൂർ AEO മുഹമ്മദ് ഷിബിൻ, PG വിജയകുമാർ, PP സുഗതൻ, മുഹമ്മദ് ഷാനു, KK ഷാക്കിർ, ബിജുല ബാബു, ഇന്ദിരകുമാരി, ലക്ഷ്മി ബാബു, V ഉമ്മർകോയ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ 18 അംഗൻവാടികൾ ചിൽഡ്രൻസ് പാർക്കുകൾ നിർമ്മിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി വഴിക്കടവ് ഗ്രാമപഞ്ചായത്തിലെ ആലപ്പൊയിൽ അംഗൻവാടിയിൽ നിർമ്മിച്ച ചിൽഡ്രൻസ് പാർക്കിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി C മാമ്പ്ര നിർവഹിച്ചു. വഴിക്കടവ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എരഞ്ഞിയിൽ മുജീബ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലത്തീഫ് മണിമോളി, ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു വേലായുധൻ, ICDS സൂപ്പർവൈസർ അന്നമ്മ ചാക്കോ, വരിക്കോടൻ റഷീദ്, പുലിയോടൻ ജാഫർ, ആലങ്ങാടൻ അനീഫ, ചെമ്പൻ ചെറി, അമാനത്ത് ഇസ്മായിൽ, താമരശ്ശേരി സുകുമാരൻ, പുളിയക്കോടൻ ബഷീർ, അച്ചിപ്ര മമ്മദ് കുട്ടി, അംഗൻവാടി അധ്യാപകരായ ആയിഷ, ആമിന എന്നിവർ സംസാരിച്ചു. 18 അംഗൻവാടികൾക്ക് ചിൽഡ്രൻസ് പാർക്ക് നിർമ്മിക്കുവാനായി നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഈ സാമ്പത്തിക വർഷത്തിൽ ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട്. ഇതിന്റെ പ്രഥമ ചിൽഡ്രൻസ് പാർക്കാണ് ആലപ്പൊയിലിൽ ഉദ്ഘാടനം ചെയ്തത്. സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാറിന് സ്വന്തം മണ്ഡലമായ വണ്ടൂർ മണ്ഡലത്തിലെ മമ്പാട് ഗ്രാമപഞ്ചായത്തിൽ ഉജ്ജ്വലമായ സ്വീകരണം. മമ്പാട് മണ്ഡലം കമ്മിറ്റിയാണ് സ്വീകരണ പരിപാടി ഒരുക്കിയത്. നിരവധി പ്രവർത്തകർ ഈ സ്വീകരണ പരിപാടിയിൽ ആവേശത്തോടുകൂടി പങ്കെടുത്തു. DCC സെക്രട്ടറി ഹാരിസ് ബാബു ചാലിയാറാണ് സ്വീകരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചത്. പ്രിയപ്പെട്ട വോട്ടർമാരെ, നിങ്ങളെ നേരിൽ കണ്ടുകൊണ്ട് നന്ദി അർപ്പിച്ചുകൊണ്ട് നമ്മുടെ നാടിന്റെ ജനകീയനായ സാരഥി AP അനിൽകുമാർ നിങ്ങൾ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് കടന്നു വരികയാണ്. UDF മമ്പാട് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ U സുദ്ദീഖ് അലി അധ്യക്ഷത വഹിച്ചു. കൺവീനർ പന്താർ മുഹമ്മദ് സ്വാഗതം പറഞ്ഞു. മമ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷമീന കാഞ്ഞിരാല, വൈസ് പ്രസിഡന്റ് പാലോളി നിഷാദ്, പത്മനാഭൻ അപ്പു, U ഗോപാലൻ, KC നസീം, PP റസാഖ്, ഫിർദൌസ് ഖാൻ, VT ഖാസിം, പന്തലിങ്ങൽ മുഹമ്മദ് അലി, C ശ്രീധരൻ എന്നിവർ ആശംസകൾ നേർന്നു. KP റഹമത്തുള്ള നന്ദി പറഞ്ഞു. നിരവധി പ്രവർത്തകരാണ് സ്വീകരണ പരിപാടിയിൽ പങ്കെടുത്തത്. അതുപോലെ അംഗൻവാടി ജീവനക്കാർക്ക് ഓണറേറിയ വർദ്ധിപ്പിക്കാൻ, അതുപോലെ പാചക തൊഴിലാളികൾക്ക് അവരുടെ തൊഴിൽ വേതന അല്പം ഒന്ന് കൂട്ടുവാൻ, ഇങ്ങനെ ഏറ്റവും പ്രയാസപ്പെട്ട ജനവിഭാഗങ്ങളുടെ കാര്യങ്ങളാണ് നമ്മൾ ആദ്യം നടപ്പാക്കിയത്. അതോടൊപ്പം നമ്മൾ പറഞ്ഞ 5 ഗ്യാരണ്ടികൾ ഏറ്റവും ജനങ്ങൾ ആഗ്രഹിക്കുന്നത് നമുക്ക് KSRTC ബസ്സുകളിൽ ഇന്ന് സൗജന്യമായി സ്ത്രീകൾക്ക് യാത്ര ചെയ്യാനുള്ള അവസരം അത് നമ്മൾ നടപ്പാക്കി കഴിഞ്ഞു. DYFI മലപ്പുറം ജില്ലാ സമ്മേളനത്തിന്റെ മുന്നോടിയായി വണ്ടൂർ VMC സ്കൂളിൽ മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. വണ്ടൂർ വാണിയമ്പലം യൂണിറ്റ് കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് രക്തദാന ക്യാമ്പ് നടത്തിയത്. ക്യാമ്പിന്റെ ഉദ്ഘാടനം DYFI ജില്ലാ പ്രസിഡന്റ് P ഷബീർ നിർവഹിച്ചു. ജൂലൈ 7, 8 തീയതികളിൽ പോരൂർ ചെറുകോട് വെച്ചാണ് DYFIയുടെ 16ാമത് മലപ്പുറം ജില്ലാ സമ്മേളനം നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി വിവിധ മേഖലകളിൽ വ്യത്യസ്തങ്ങളായ നിരവധി പരിപാടികളാണ് സംഘടിപ്പിച്ചു വരുന്നത്. കനത്ത മഴയെയും ഫുട്ബോൾ മത്സരങ്ങളുടെ ആവേശച്ചൂടിനെയും അവഗണിച്ച് നിരവധി യുവാക്കളാണ് വണ്ടൂരിൽ നടന്ന രക്തദാന ക്യാമ്പിൽ പങ്കാളികളാകുവാൻ എത്തിയതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. അതിന്റെ ഭാഗമായി വിവിധ മേഖലാ കമ്മിറ്റികളിൽ വ്യത്യസ്തമായ പല പരിപാടികളും സംഘടിപ്പിക്കുകയാണ്. വണ്ടൂർ വാണിയമ്പലം കമ്മിറ്റികൾ ഒരു മെഗാ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പാണ് സംഘടിപ്പിച്ചിട്ടുള്ളത്. കനത്ത മഴയിലും ഈ ഫുട്ബോൾ മത്സരത്തിന്റെ വലിയ ചൂടിനിടയിലും നിരവധിയായിട്ടുള്ള യുവാക്കൾ ഈ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പിന് പിന്തുണയുമായി എത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ നാട്ടിലെ പൊതുസമൂഹത്തോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത്തരം രക്തദാനങ്ങളിൽ എല്ലാവരും പങ്കാളികളാവണമെന്ന് മാത്രമാണ് ഈ ഒരു അവസരത്തിൽ ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്.
ക്യാമ്പിൽ ഡിവൈഎഫ്ഐ ജില്ലാ വൈസ് പ്രസിഡന്റ് ഇ ലിനീഷ്, ബ്ലോക്ക് പ്രസിഡന്റ് പി ഷൈജു, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി പി രജീഷ്, വണ്ടൂർ മേഖലാ സെക്രട്ടറി കെ എം അജയ്, ടി പി രഹനാസ്, ലൈജു ജേക്കബ്, നിഖിൽ കുരാട്, കെ ടി ജസ്വൽ, പി പി നവാസ്, കെ പ്രദീപ് എന്നിവർ നേതൃത്വം നൽകി. വിൽപ്പനയ്ക്കായി കൈവശം വെച്ച 0.58 ഗ്രാം MDMA-യുമായി വടപുറം സ്വദേശി പിലാത്തോടൻ അർഷദ് എന്ന കുഞ്ഞാണിയെ നിലമ്പൂർ SI CP ജാബിറും സംഘവും അറസ്റ്റ് ചെയ്തു. രഹസ്യ വിവരത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടുകൂടി മമ്പാട് പുളിക്കലുടിയിൽ നടത്തിയ പരിശോധനയിലാണ് പ്രതി അറസ്റ്റിലായത്. 1000 രൂപയുടെ ചെറിയ പാക്കറ്റുകളിലാക്കിയാണ് പ്രതി MDMA വിൽപ്പന നടത്തി വന്നിരുന്നത്. മുൻപ് നിരവധി കേസുകളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളാണ് ഇദ്ദേഹമെന്ന് പോലീസ് പറഞ്ഞു. പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി. CPOമാരായ വിവേക്, CV ഷൗക്കത്ത്, അജിത്ത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. യുവതലമുറയെ തകർക്കുന്ന ലഹരി മാഫിയകൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കേരള യൂത്ത് ഫ്രണ്ട് മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ DYSPക്ക് നിവേദനം നൽകി. യൂത്ത് ഫ്രണ്ട് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന തൂഫാൻ പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പരിപാടിയുടെ ഭാഗമായാണ് നിവേദനം നൽകിയത്. സമൂഹത്തിൽ ലഹരി വസ്തുക്കളുടെ കടന്നുകയറ്റവും ഉപയോഗവും ഭീതിജനകമായ രീതിയിൽ വർദ്ധിച്ചു വരികയാണെന്ന് യൂത്ത് ഫ്രണ്ട് ചൂണ്ടിക്കാട്ടി. നിലമ്പൂർ മേഖലയിൽ ലഹരി വിപണനവും ഉപയോഗവും തടയുന്നതിനും ജനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കി ക്രമസമാധാന പാലനം കൂടുതൽ ശക്തമാക്കുന്നതിനും പോലീസിന്റെ ഭാഗത്തുനിന്ന് അടിയന്തരവും കർശനവുമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് സംഘടന ആവശ്യപ്പെട്ടു. യുവജനവിരുദ്ധ നയങ്ങൾക്കെതിരെയും ലഹരി മാഫിയക്കെതിരെയും ആഭ്യന്തര വകുപ്പിന്റെ ശക്തമായ ഇടപെടൽ അനിവാര്യമാണെന്നും ഭാരവാഹികൾ പറഞ്ഞു. കേരള യൂത്ത് ഫ്രണ്ട് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് ബാബു പൊടിയാടന്റെ നേതൃത്വത്തിലാണ് നിവേദനം സമർപ്പിച്ചത്. യൂത്ത് ഫ്രണ്ട് സംസ്ഥാന സെക്രട്ടറി സമീർ പുളിക്കൽ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് നുസൈർ തേഞ്ഞിപ്പലം, അമരമ്പലം മണ്ഡലം പ്രസിഡന്റ് അസറുദ്ദീൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യായമായ ആവശ്യങ്ങളിൽ അനുകൂലമായ നിലപാടും കൃത്യമായ നടപടികളും ഉണ്ടാകുമെന്ന് DYSP ഉറപ്പു നൽകിയതായി സംഘടനാ ഭാരവാഹികൾ അറിയിച്ചു. ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിന് ഫുട്ബോളിനെ ആയുധമാക്കി ഒരു ഗ്രാമപഞ്ചായത്ത് മെമ്പർ. തിരുവാലി ഗ്രാമപഞ്ചായത്തിൽ 11ാം വാർഡായ പൂളക്കലിലെ മെമ്പറാണ് ഇങ്ങനെ ഒരു വ്യത്യസ്തമായ ഫുട്ബോൾ മാമാങ്കം സംഘടിപ്പിച്ചത്. വേൾഡ് കപ്പ് എന്ന പേരിൽ, വാർഡിലെ വേൾഡ് കപ്പ് എന്ന പേരിലാണ് ഈ ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചത്. അണ്ടർ 17 ഇന്ത്യൻ ഫുട്ബോൾ താരം ആദിൽ അമൻ ഈ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വാർഡ് മെമ്പർ മിഥുൻ രാജിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ടൂർണമെന്റിൽ 8 ടീമുകളാണ് പങ്കെടുത്തത്. ലോകകപ്പ് രാജ്യങ്ങളെ പ്രതിനിധീകരിച്ചാണ് ഓരോ ടീമും മത്സരത്തിന് ഇറങ്ങിയത്. ചടങ്ങിൽ തിരുവാലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമാ താരിയൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് മുഹമ്മദ് നജീബ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സജ്ജന മന്നിയിൽ, വണ്ടൂർ ബ്ലോക്ക് മെമ്പർ അജിത കുതിരാടത്ത്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി ഫാജിസ്, പ്രതീഷ്, തിരുവാലി കുടുംബ ആരോഗ്യ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ മൻസൂർ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ അനീഷ ജിതിൻ, JPHN ലസിത, സാമൂഹിക പ്രവർത്തകൻ ബുറാഖ് ഹാജി തുടങ്ങിയവർ പങ്കെടുത്തു. ലഹരിക്കെതിരെ യുവജനങ്ങളെ ഒരുമിപ്പിക്കുവാൻ കായിക രംഗത്തിന് കഴിയുമെന്ന സന്ദേശമാണ് പൂളക്കൽ വാർഡ് മുന്നോട്ട് വയ്ക്കുന്നത്. തിരുവാലി ഗ്രാമപഞ്ചായത്ത് വാർഡ് 11 പൂളക്കലിലെ മെമ്പറായ മിഥുനാണ് ഞാൻ. കേരളത്തിലുടനീളം ലഹരിക്കെതിരെ തുഫാൻ എന്ന് പറയുന്ന ഒരു പദ്ധതിയിലൂടെ ലഹരിയെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ വാർഡിലും ലഹരി വിമുക്തമായ വാർഡാണെങ്കിൽ പോലും യുവാക്കളെല്ലാം കോർത്തിണക്കിക്കൊണ്ട് ലഹരിക്കെതിരെ ഒരു വേൾഡ് കപ്പ് എന്ന രൂപത്തിൽ ഫുട്ബോൾ ലഹരി കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് വാർഡിലെ വേൾഡ് കപ്പ് എന്ന പേരിലൊരു കളി ഞാനിവിടെ സംഘടിപ്പിച്ചിട്ടുണ്ട്. വാർഡിലെ 16 മുതൽ 50 വയസ്സ് വരെ പ്രായമുള്ള 116ഓളം ആളുകൾ അടങ്ങുന്ന 8 ടീമുകളാണ് ഇവിടെ അണിനിരക്കുന്നത്. അപ്പോൾ വലിയൊരു സന്ദേശമാണ് ലഹരിക്കെതിരെ ഞാനിവിടെ ഒരുക്കിയിട്ടുള്ളത്. വാർത്തകളിലേക്ക് മടങ്ങി വരാം, ഒരു ചെറിയ ഇടവേള. EKS ഉണ്ടെങ്കിൽ പിന്നെ പ്രഭാതം പ്രസരിപ്പോടെ EKS ഇഡലി ദോശമാവ്. പ്രത്യേകം തിരഞ്ഞെടുക്കുന്ന ഗുണമേന്മയുള്ള അരിയും ഉഴുന്നും ചേർത്ത് ശാസ്ത്രീയമായ രീതിയിൽ ഏറെ ശുചിത്വത്തോടെ RO വാട്ടർ മാത്രം ഉപയോഗിച്ച് തയ്യാർ ചെയ്യുന്നത് കൊണ്ട് തന്നെ മികച്ച ഗുണനിലവാരം ഞങ്ങൾ ഉറപ്പു നൽകുന്നു. മൃദുവായ ഇഡലിയും ക്രിസ്പിയായ ദോശയും കൃത്രിമ നിറങ്ങളോ പ്രിസർവേറ്റീവുകളോ ഇല്ലാതെ റെഫ്രിജറേറ്ററിൽ സൂക്ഷിക്കാൻ അനുയോജ്യമായ പാക്കിംഗ്. ഇനി രുചിയിൽ നിറയട്ടെ വീട്ടിലെ സന്തോഷം. കുടുംബത്തിന്റെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണം. EKS ഫുഡ് പ്രൊഡക്ട്സ്, നിലമ്പൂർ. എനിക്ക്
ഓരോ നിമിഷവും നിറവുള്ളതാണ്, വ്യത്യസ്ത ഭാവങ്ങൾ നിറഞ്ഞതാണ്. ആഴമുള്ള അനുഭവങ്ങളിലേക്ക് അവ വഴി തുറക്കുന്നു. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢവിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ് വണ്ടൂർ. പ്രമുഖ ബ്രാൻഡഡ് കമ്പനികളുടെ AC, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ, LED TV, മിക്സി, ചിമ്മിനി ആൻഡ് ഹോബ്, ഓവൻ, സ്റ്റൗ, കുക്കർ, വാട്ടർ ഹീറ്റർ, വാട്ടർ പ്യൂരിഫയർ, എയർ കൂളർ, ഫാൻ, ഹോം തിയേറ്റർ, ഇൻവെർട്ടർ ആൻഡ് ബാറ്ററി തുടങ്ങി എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും മികച്ച സെലക്ഷനിലും യഥാർത്ഥ വിലക്കുറവിലും ലഭ്യമാണ്. മികച്ച വിൽപ്പനാനന്തര സേവനവും ഷറഫിയ ഉറപ്പു നൽകുന്നു. മാത്രമല്ല പലിശരഹിത EMI സൗകര്യവും ലഭ്യമാണ്. ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്, നിലമ്പൂർ റോഡ്, വണ്ടൂർ. ഫോൺ 04931 248 535 9447 338 503. ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപോയിൽ, മലപ്പുറം. വാർത്തകൾ തുടരുകയാണ് പ്രേക്ഷകരെ. നിഷ്, നിംസ് എന്നീ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടുകൂടി ദിസ് എബിലിറ്റി മിഷൻ കേരളയും ഇൻഡാക്കും സംയുക്തമായി നിലമ്പൂരിൽ നിന്നും കന്യാകുമാരിയിലേക്ക് പഠന വിനോദയാത്ര സംഘടിപ്പിച്ചു. യാത്രയുടെ ഫ്ലാഗ് ഓഫ് കർമ്മം നിലമ്പൂർ MLA ആര്യടൻ ഷൗക്കത്ത് നിർവഹിച്ചു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ സന്തോഷത്തോടു കൂടി തിരിച്ചു വരിക. ഇനി എന്താണ് നിങ്ങൾക്ക് വേണ്ടത് എന്നുകൂടി നിങ്ങൾ പറയണം. ഞാൻ ഇടക്കാലത്ത് നമ്മുടെ ചുങ്കത്ര, നമ്മുടെ എന്തായാലും ലേക്ക് ഷോർ, എന്താ സ്നേഹതീരത്ത് പരിപാടിയിൽ പങ്കെടുത്തപ്പോൾ ഞാൻ അവിടെ ചോദിച്ച എത്ര പേർക്കാണ് ഇലക്ട്രിക് വീൽ ചെയർ വേണ്ടത്. അവിടുന്ന് എനിക്കൊരു 5-6 ആളെ പേര് തന്നു. 6 പേർക്കും ഞാൻ വീൽ ചെയർ കൊടുത്തു. 25ഓളം ആളുകൾക്ക് നമ്മളിപ്പോൾ ഇലക്ട്രിക് വീൽ ചെയർ കൊടുത്തു. ഇനിയും നിങ്ങൾക്ക് അത്തരം കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. എന്നെക്കൊണ്ട് കഴിയുന്ന സഹായം എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, അതേപോലെ തന്നെ നിങ്ങളുടെ സംഘടന, നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ പറഞ്ഞാൽ പരമാവധി ആ കാര്യങ്ങളിലൊക്കെ സർക്കാരിനെ കൊണ്ട് ചെയ്യിക്കാൻ പറ്റേണ്ടത് എന്താണ്, അതെല്ലാം നിങ്ങളെ വ്യക്തിപരമായിട്ട് നിങ്ങളെ എങ്ങനെ ഞങ്ങൾക്കൊക്കെ സഹായിക്കാൻ പറ്റും, അതിനൊക്കെ ഞങ്ങളൊക്കെ കൂടെയുണ്ട്. സാമൂഹിക ശാക്തീകരണ പദ്ധതിയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സ്വപ്നച്ചിറക് എന്ന പേരിൽ സമത്വം, സേവനം, മാനവിക അന്തസ്സ്, സ്വയം ശാക്തീകരണം എന്നീ ഗാന്ധിയൻ മൂല്യങ്ങൾ പ്രചരിപ്പിക്കുകയും സമൂഹത്തിൽ സജീവ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഇൻഡാക്ക് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് റഹ്മാൻ മുണ്ടോടൻ അധ്യക്ഷത വഹിച്ചു. ഇൻഡാക്ക് സംസ്ഥാന ജനറൽ സെക്രട്ടറി മുഹസിൻ വണ്ടൂർ സ്വാഗതം പറഞ്ഞു. ചടങ്ങിൽ ഇൻഡാക്ക് മലപ്പുറം ജില്ലാ സെക്രട്ടറി സുലൈഖ N, ജില്ലാ കോർഡിനേറ്റർ സുഭാഷ്
ഭാസി കെ, വൈസ് പ്രസിഡന്റുമാരായ യാസർ അറാഫത്ത് PP, നാസർ കുറുവ, JCI നിലമ്പൂർ യൂണിറ്റ് പ്രസിഡന്റ് സമീർ, മുജീബ് ദേവശ്ശേരി, പ്രൊഫസർ ജനീഷ് ബാബു, ഷിഹാബ് അലൈവ, ഇന്ത്യാക്ക് മലപ്പുറം ജില്ലാ പ്രസിഡന്റ് KT നൌഷാദ് എന്നിവർ പ്രസംഗിച്ചു. വണ്ടൂർ മരക്കലംകുന്ന് തണൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ മത്സര പരീക്ഷകളിൽ വിജയിച്ച ഉന്നത വിജയം കരസ്ഥമാക്കിയ പ്രതിഭകളെ ആദരിച്ചു. 40ഓളം വിദ്യാർത്ഥികൾക്കാണ് ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചത്. ഗാനരചയിതാവും അധ്യാപകനുമായ അമീൻ കാരക്കുന്ന് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഞാൻ പാസ് ചെയ്യുന്ന ഒരു എനർജി ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് കിട്ടിയ ഒരു എനർജിയിലാണ് നിങ്ങൾ ഈ പഠനം മുന്നോട്ട് കൊണ്ടുപോയത്. അതൊരു പക്ഷേ നിങ്ങളുടെ വീട്ടിൽ നിന്നാവാം, അതുപോലെ തന്നെ നിങ്ങളുടെ സ്കൂളിൽ നിന്നാവാം, അതല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്നാകാം. ഇവിടുന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? എനർജി സ്വീകരിച്ചുകൊണ്ടേ നിൽക്കുന്നുണ്ട്. നെഗറ്റീവ് വൈബ് കിട്ടുന്ന സ്ഥലത്ത് അധികം നേരം നമുക്ക് നിൽക്കാൻ കഴിയുമോ? ഇല്ല, നിൽക്കാൻ കഴിയില്ല. എന്നാൽ പോസിറ്റീവ് വൈബ് കിട്ടുന്നിടത്ത് എത്ര സമയം നമ്മളെപ്പം എന്ത് ചെയ്യും? വിവിധ പൊതുപരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് വണ്ടൂർ മരക്കലംകുന്ന് തണൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചത്. പ്രദേശത്തെ 40ഓളം ഉന്നത വിജയികൾക്കാണ് ചടങ്ങിൽ വെച്ച് ക്ലബിന്റെ ഉപഹാരമായ മൊമന്റോകൾ നൽകി ആദരിച്ചത്. ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് CTP നജു അധ്യക്ഷത വഹിച്ചു. വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗം CT ചെറി, അധ്യാപകരായ ഷിനോജ്, ഇസ്മായിൽ എന്നിവർ ചടങ്ങിൽ മുഖ്യാതിഥികളായിരുന്നു. ക്ലബ്ബ് സെക്രട്ടറി OK അജ്മൽ, ട്രഷറർ K ഹാരിസ്, ജോയിന്റ് സെക്രട്ടറി K മുഹസിൻ, C അബ്ദുറഹിമാൻ, മനീഷ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഉൾപ്പെടെ നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. മൂത്തേടം ഫാത്തിമ ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ PN പണിക്കർ അനുസ്മരണവും വായനാ പക്ഷാചരണത്തിന്റെ സമാപന ചടങ്ങും സംഘടിപ്പിച്ചു. കോളേജിലെ മലയാളം വിഭാഗത്തിന്റെ ആഭിമുഖ്യത്തിലാണ് വായനാ വാരാചരണം നടത്തിയത്. വായനാ പക്ഷാചരണ സമാപനത്തിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം കോളേജ് പ്രിൻസിപ്പൽ ഫാദർ ഷിബിൻ P ജെയിംസ് നിർവഹിച്ചു. മലയാളം വിഭാഗം മേധാവി M ശ്രീലത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കവിയും അധ്യാപകനും യാത്രികനുമായ സുരേഷ് നടുവത്ത് മുഖ്യാതിഥിയായി പങ്കെടുത്ത് PN പണിക്കർ അനുസ്മരണ പ്രഭാഷണം നടത്തി. കോളേജ് CEO ഫാദർ എബ്രഹാം പാതക്കൽ, ബർസാർ ഫാദർ സബിൻ എബ്രഹാം എന്നിവർ ചടങ്ങിൽ വായനാ സന്ദേശം നൽകി. IQAC കോർഡിനേറ്റർ ഡോക്ടർ നാജിയ ബീഗം, ട്രാവൽ ആൻഡ് ടൂറിസം വിഭാഗം മേധാവി ഫിലിപ്പ് നൈനാൻ, മലയാളം വിഭാഗം അധ്യാപകരായ T അഞ്ജന, A ഷിഫ്ന എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന സെഷനിൽ 2ാം വർഷം മലയാളം ബിരുദ വിദ്യാർത്ഥിനി MK നിധന്യ, മലയാളം വിഭാഗം അധ്യാപകൻ TK സതീശൻ എന്നിവർ തങ്ങളുടെ വായനാ അനുഭവങ്ങൾ വിദ്യാർത്ഥികളുമായി പങ്കുവച്ചു. ബിരുദ വിദ്യാർത്ഥിനികളായ KP ശ്രീനന്ദ സ്വാഗതവും AP അഖില നന്ദിയും പറഞ്ഞു. മലപ്പുറം ITS കണ്ണാശുപത്രി മേപ്പാടം ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും സംയുക്തമായി കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തി. രാവിലെ മുതൽ വൈകുന്നേരം വരെയാണ് ക്യാമ്പ് നടന്നത്. നിരവധി രോഗികൾ ഈ ക്യാമ്പിൽ ചികിത്സ തേടിയെത്തി. ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് സൗജന്യമായി നേത്ര പരിശോധനയും ആവശ്യമായ നിർദ്ദേശങ്ങളും നൽകി. വിവിധ പ്രായത്തിലുള്ള ആളുകൾ പരിശോധനയ്ക്കായി എത്തിയിരുന്നു. കുടുംബശ്രീ മേപ്പാടം വാർഡ് CDS ഫെബിദ, മേപ്പാടം ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് തഹസീൻ, സെക്രട്ടറി ഫാസിൽ KP, ട്രഷറർ ഡോക്ടർ KM മുനീർ, ജനറൽ ക്യാപ്റ്റൻ ഷിഹാബ് V, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സിറാജ് V, സഹദ് KM, ശൈലേഷ് P, അസ്ലം, റിൻഷാദ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. മലപ്പുറം ITS കണ്ണാശുപത്രിയും മേപ്പാടം പ്രദേശ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും ഒരുപാട് കുടുംബശ്രീയും സംയുക്തമായിട്ട് മേപ്പാടത്ത് വെച്ചിട്ട് ക്ലബിന്റെ ഓഫീസിൽ വെച്ചിട്ടൊരു കണ്ണു പരിശോധന ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ ഈ സേവനം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. സർഗം സാംസ്കാരിക വേദി വണ്ടൂരിന്റെ 35ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വണ്ടൂർ കിസ പാട്ടും പറച്ചിലും സാംസ്കാരിക സംഗമം നടത്തി. വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വെച്ചാണ് പരിപാടി നടത്തിയത്. മാപ്പിളപ്പാട്ട് ഗായിക ഇഷറ സബ ഉദ്ഘാടനം ചെയ്തു. ആ പാട്ടിൽ എത്രയോ വർഷം മുന്നുള്ള പാട്ടാണ്. ആ പാട്ടിൽ അത് മെൻഷൻ ചെയ്യുന്നുണ്ട്.
പക്ഷേ കുട്ടികൾ അതിനെക്കുറിച്ച് പഠിക്കാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനോ ഒന്നും തയ്യാറാവാതെയാണോ എന്തോ ഒരു പെർഫോമൻസ് ഉള്ള രീതിയിലാണ്. അപ്പോൾ അത് ഞാൻ മാഷെക്കുറിച്ച് സൂചിപ്പിച്ചത് അത്തരം കലാമേഖലകളെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, മാപ്പിളപ്പാട്ടിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, അതിൻ്റെ ഒരു ഹിസ്റ്ററി ചോദിച്ചു കഴിഞ്ഞാൽ, മാപ്പിളപ്പാട്ടിലെ തന്നെ പല കാവ്യശാഖകളെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി ഉത്തരം പറയാൻ കഴിയുന്ന ഒരു ആളായിരുന്നു അദ്ദേഹം. നല്ലൊരു സംഘാടകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ശിഷ്യത്വം സ്വീകരിക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ചടങ്ങിൽ സർഗം സാംസ്കാരിക വേദി പ്രസിഡന്റ് അഷറഫ് കൈനോട്ട് അധ്യക്ഷത വഹിച്ചു. KC അബ്ദുറബ്ബ്, ആരിഫ് പള്ളിയാളി എന്നിവർ വണ്ടൂർ കിസ അവതരിപ്പിച്ചു. പ്രമുഖ ഗായകർ അവതരിപ്പിച്ച ഗൃഹാതുര ഗാനങ്ങളും നാട്ടുവിശേഷങ്ങളും ഓർമ്മകളും പങ്കുവച്ചത് പരിപാടിക്ക് മാറ്റുകൂട്ടി. ഉമ്മർ തുറക്കൽ, സുശീൽ പീറ്റർ, KT സലീം, T മുഹമ്മദ് അലി, ശശി പകിടീരി, P യൂനസ്, N ജലീൽ, വിനോദ് പാർപ്പിടം എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സർഗം സാംസ്കാരിക വേദി സെക്രട്ടറി സാജിദ് ബാബു സ്വാഗതവും ട്രഷറർ മുഹമ്മദ് അലി മച്ചിങ്ങൽ നന്ദിയും പറഞ്ഞു. നോക്കാം പ്രേക്ഷകരെ, പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നബാർഡ് സഹായത്തോടെ ജൻശിംഷൻ സംസ്ഥാനം നടപ്പിലാക്കുന്ന സമഗ്ര ആദിവാസി വികസന പദ്ധതിയുടെ അവലോകനം പോത്തുകല്ല് ഗ്രാമപഞ്ചായത്തിൽ ചേർന്നു. 500ഓളം വരുന്ന ആദിവാസി കുടുംബങ്ങൾക്ക് 5 വർഷം കൊണ്ട് സുസ്ഥിര ജീവിതമാർഗം ഉറപ്പുവരുത്തുവാനാണ് ട്രൈബ്സ് പദ്ധതി. നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലെ 18 അംഗൻവാടികളിൽ ചിൽഡ്രൻസ് പാർക്കുകൾ നിർമ്മിക്കുന്നു. നിർമ്മാണം പൂർത്തിയായ വഴിക്കടവ് ആലപ്പോയിൽ അംഗൻവാടിയിലെ ചിൽഡ്രൻസ് പാർക്കിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബോബി സി മാമ്പറ നിർവഹിച്ചു. സംസ്ഥാന റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാറിന് മമ്പാടിന്റെ മണ്ണിൽ ഉജ്ജ്വല സ്വീകരണം. സ്വീകരണ പരിപാടിയിൽ നിരവധി പ്രവർത്തകർ ആവേശത്തോടുകൂടി പങ്കെടുത്തു. ഡിവൈഎഫ്ഐയുടെ മലപ്പുറം ജില്ലാ സമ്മേളനം പ്രചരണാർത്ഥം വണ്ടൂർ VMC ഹൈസ്കൂളിൽ വെച്ച് മെഗാ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചു. വണ്ടൂർ വാണിയമ്പലം കമ്മിറ്റികളുടെ സംയുക്താഭിമുഖ്യത്തിലാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത്. ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം. 1TV വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് മൃദുവായ ഇഡലിയും ക്രിസ്പിയായ ദോശയും കൃത്രിമ നിറങ്ങളോ പ്രിസർവേറ്റീവുകളോ ഇല്ലാതെ EKS ഇഡലി ദോശമാവ്, കുടുംബത്തിന്റെ പ്രിയപ്പെട്ട പ്രഭാത ഭക്ഷണം. ആസ്വദിക്കൂ തന്മയി ഭാവത്തിൽ. തന്മയി ജ്വല്ലറി. അതിരില്ലാത്ത ആഘോഷം, അളവില്ലാത്ത ആനന്ദം. സ്കൈവേയും അമ്യൂസ്മെന്റ് പാർക്ക്, കക്കാടംപൊയിൽ, മലപ്പുറം. ഗൃഹോപകരണ വിപണന മേഖലയിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ 16ാം വാർഷികത്തിലേക്ക് ഷറഫിയ ഇലക്ട്രോണിക്സ് ആൻഡ് ഹോം നീഡ്സ്, ഷറഫിയ ബിൽഡിംഗ്,